നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം മണ്ഡലം. കഴക്കൂട്ടം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ ഈ ഒരു ശബരിമല ആരോപണവുമായി ബന്ധപ്പെട്ട് ആ ശബരിമല ആരോപണം കഴക്കൂട്ടത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യം തുടക്കം മുതൽ തന്നെ ഉയർന്നിരുന്നു. അവിടെ താമര വിരിഞ്ഞിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. വി മുരളീധരൻ വിജയിച്ചു. പിന്നാലെ തിരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് പിന്നാലെ കഴക്കൂട്ടം CPM-ൽ വിഭാഗീയത പുറത്തേക്ക് വരികയാണ്. അതായത് മുൻ മന്ത്രിയും LDF സ്ഥാനാർത്ഥിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ കുളത്തൂർ ജംഗ്ഷനിൽ ഫ്ലെക്സുകൾ. പണാധിപത്യം തുലയട്ടെ, ജനാധിപത്യം വളരട്ടെ എന്ന തലക്കെട്ടോടെയാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രസ്ഥാനത്തെ നമുക്ക് തിരിച്ചു തരൂ എന്ന വൈകാരികമായ ആഹ്വാനവും ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യക്തമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഫ്ലെക്സ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. കടകംപള്ളി സുരേന്ദ്രന്റെ ചിത്രത്തിനൊപ്പം DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഏരിയ കമ്മിറ്റി അംഗവുമായ ശ്യാം മോഹന്റെ ചിത്രവും ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തിലെ പാർട്ടി യൂണിറ്റുകൾക്കിടയിൽ നിലനിൽക്കുന്ന അമർഷം മറനീക്കി പുറത്തു വരികയാണ്. ഉള്ളിലുണ്ടായിരുന്ന അമർന്നിരുന്ന ആ ഒരു പൊട്ടലും ചീറ്റലുമൊക്കെ അത് പൊട്ടിത്തെറിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു പ്രതിഷേധാർഹമായ ഫ്ലെക്സ് ആണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കുളത്തൂർ, ആറ്റിപ്ര വാർഡുകളിൽ CPM കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലും മണ്ഡലത്തിലും പാർട്ടിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ സാധിച്ചില്ല. പാർട്ടി വിട്ടുപോയ ചിലരെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഏരിയ കമ്മിറ്റിയിലും പ്രാദേശിക ഘടകങ്ങളിലും നിലനിന്നിരുന്ന ഭിന്നത അതാണിപ്പോൾ പരസ്യമായ ഒരു പോരിലേക്ക് നേർക്കുനേർ പോര്, അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ നേർക്കുനേർ പോരിലേക്ക് എത്തിയിരിക്കുന്നത്. കുളത്തൂർ സഖാക്കൾ എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ തെരുവിലേക്ക് വരുന്നത് CPM നേതൃത്വത്തെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് പ്രതികരിക്കാനുള്ളത് എന്നതടക്കമുള്ള ചോദ്യം ബാക്കിയാണ്. ഇവിടെ പാർട്ടിയാണ് വേണ്ടത്, വ്യക്തികളല്ല. നമ്മുടെ പ്രസ്ഥാനത്തെ നമുക്ക് തിരിച്ചു തരൂ എന്നതടക്കമുള്ള വാചകങ്ങൾ ഫ്ലെക്സിലുണ്ട്. പണാധിപത്യം തുലയട്ടെ, ജനാധിപത്യം വളരട്ടെ എന്നും ഫ്ലെക്സിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളിക്കെതിരായി ഉയർന്ന ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. കഴക്കൂട്ടത്തെ ജനവിധി വിനയപൂർവ്വം അംഗീകരിക്കുന്നുവെന്നും CPI സംസ്ഥാന കമ്മിറ്റി അംഗവും കഴക്കൂട്ടം ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. വെറും 428 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പരാജയം സംഭവിച്ചത്. വിജയിച്ച വി മുരളീധരൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും കടകംപള്ളി ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളുടെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ നൽകിയ വലിയ പിന്തുണയ്ക്ക് ഹൃദയപൂർവ്വം നന്ദിയെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഈ കാലയളവിൽ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനത്തിനായി ഒട്ടേറെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിരവധി പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും സാധാരണക്കാരായ അനേകം മനുഷ്യർക്ക് താങ്ങും തണലുമാകാനും കഴിഞ്ഞു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനെയൊരു വലിയ അവസരം നൽകിയ കഴക്കൂട്ടത്തെ ജനങ്ങളെ എപ്പോഴും സ്മരിക്കുമെന്നും അദ്ദേഹം കുറിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പണാധിപത്യത്തിന്റെയും വ്യാജ പ്രചാരണങ്ങളുടെയും ഒരു വൻ കുത്തൊഴുക്കാണ് മണ്ഡലത്തിലുണ്ടായത്. ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് താമരയാണെന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ മുതൽ മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ വരെ ഇവിടെ നടന്നു. കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാലയിൽ പങ്കെടുക്കവേ ഇഫ്താർ വിരുന്നിനെ കുറിച്ച് സംസാരിക്കുന്നതായി വ്യാജ വീഡിയോ വരെ സൃഷ്ടിച്ചു. ഒരു ക്ഷേത്രത്തിലെ പൂജാരിയുടെ ആത്മഹത്യയുമായി ചേർത്ത് കെട്ടി വ്യാജ കഥകൾ സൃഷ്ടിച്ചു. 4 വോട്ടുകളുള്ള ഒരു വീട്ടിൽ പോലും 1.5 ലക്ഷം രൂപ വില വരുന്ന സഹായം വരെ വിതരണം ചെയ്ത പണാധിപത്യ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഈ വ്യാജ പ്രചരണങ്ങളുടെയും പണക്കൊഴുപ്പിന്റെയും ഇടയിലും ഉറച്ചു നിന്ന സമ്മതിദായകർക്കും അദ്ദേഹം പ്രത്യേക നന്ദി രേഖപ്പെടുത്തി. നമ്മുടെ പോരാട്ടം തുടരുമെന്നും ജനങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കുറിപ്പ് അവസാനിപ്പിച്ചത്. മാത്രമല്ല, കേരള കൗമുദി എന്ന മാധ്യമം സ്വീകരിച്ച നിലപാടുകളെയും പരാമർശിക്കുകയുണ്ടായി കടകംപള്ളി സുരേന്ദ്രൻ. എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും എഴുതി തകർക്കാനുമുള്ള അവരുടെ ശ്രമങ്ങൾ ഒരു പരിധി വരെ വിജയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പത്രാധിപർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ കാറ്റിൽ പറത്തി BJPക്ക് വേണ്ടി തൂലിക ചലിപ്പിച്ച അവരുടെ നടപടി വിജയം കണ്ടിരിക്കുന്നു. ആശംസകൾ. ഈ വ്യാജ പ്രചരണങ്ങളുടെയും പണക്കൊഴുപ്പിന്റെയും ഇടയിലും എനിക്കൊപ്പം ഉറച്ചു നിന്ന 46,136 സമ്മതിദായകർക്കും ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ 2 മാസക്കാലം കഠിനമായ വെയിലും ചൂടും വകവയ്ക്കാതെ ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPIM-ന്റെയും മുഴുവൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ പോരാട്ടം തുടരും, ജനങ്ങൾക്കൊപ്പം എന്നും ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. അത് തിരഞ്ഞെടുപ്പ്
പരാജയത്തിന് ശേഷം വന്ന പ്രതികരണമായിരുന്നു. എന്തായാലും അവിടെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ CPM-നുള്ളിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ ഉയരുന്നുണ്ട്, പൊട്ടിത്തെറികൾ ഉയരുന്നുണ്ടെന്ന് ഫ്ലെക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇനി നമുക്ക് തൃശ്ശൂർ വാടാനപ്പള്ളിയിലേക്കൊന്ന് പോകാം. അവിടെയും ഒരു ഫ്ലെക്സ് വിവാദമുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ അടി നടക്കുകയാണ് മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ. അതിനു പിന്നാലെ KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സിന് നേരെയും VD സതീശൻ്റെ ഫ്ലെക്സിന് നേരെയും കരിയോയിൽ ഒഴിക്കുന്നതും പാലഭിഷേകം നടത്തുന്നതുമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലൂടെ CPM-ഉം കൂടി പണി നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോര് കടുക്കുന്നതിനിടെ മുതലെടുപ്പ് നടത്തി CPM. മുഖ്യമന്ത്രി കസേരയിലേക്ക് KC വേണുഗോപാലിനായി ഫ്ലെക്സ് വെച്ച CPM നേതാവ് വെട്ടിലായി. തൃശ്ശൂരിലെ വാടാനപ്പള്ളിയിലാണ് CPM നേതാവിനെ CCTV ചതിച്ചത്. വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അരവശ്ശേരി മുഹമ്മദാണ് സേവ് കോൺഗ്രസിന്റെ പേരിൽ KC വേണുഗോപാലിനെ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ CCTV-യിൽ പതിയുകയായിരുന്നു. കഴിഞ്ഞ രാത്രിയാണ് KC വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ച് KC നയിക്കട്ടെ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന്റെ ഫോട്ടോ അരവശ്ശേരി മുഹമ്മദ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അരവശ്ശേരി മുഹമ്മദ് തന്നെയാണ് ഈ ബോർഡ് വെച്ചതെന്ന് CCTV-യിൽ തെളിയുകയായിരുന്നു. UDF മണ്ഡലം കമ്മിറ്റി പേരിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ട്. CPM-ന്റെ ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലെന്ന് UDF നേതൃത്വം ആരോപിക്കുകയും ചെയ്തു. അതായത് കോൺഗ്രസിന്റെ പോരിനിടയിൽ മൂന്ന് വിഭാഗങ്ങൾ തമ്മിലുള്ള പോര്, RC, VC, VD പക്ഷങ്ങൾ തമ്മിലുള്ള പോരിനിടയിൽ മുട്ടനാടുകൾ തമ്മിലടിക്കുമ്പോൾ അതിൻ്റെ രക്തം കുടിക്കാൻ നിൽക്കുന്ന കുറുക്കനെ പോലെ CPM-ഉം ഇടയ്ക്ക് പണി നടത്തിയിരിക്കുകയാണ്. എന്തായാലും അത് കണ്ടെത്തിയിരിക്കുന്നു CCTV-യിലൂടെ. പ്രതിഷേധവും പ്രകടനവും ഒക്കെ ഉണ്ടായി. എന്തായാലും കേരളം ചോദിക്കുകയാണ് എവിടെ മുഖ്യമന്ത്രി എന്ന്. ഉടൻ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. എവിടെ ആ ഒരു ചർച്ചയൊക്കെ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസിനുള്ളിലും വലിയ രീതിയിലുള്ള അടി, അതായത് മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന വ്യക്തി വേണമെന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പോര് മുറുകുകയാണ്. മാത്രമല്ല ഇപ്പോൾ CPM-ലും ഉൾപോരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കഴക്കൂട്ടത്തെ സംഭവം അതിനൊരു ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. ഇനി പ്രതിപക്ഷ നേതാവിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. പിണറായി തന്നെ പ്രതിപക്ഷ നേതാവാകുമോ? അദ്ദേഹം തന്നെ ആകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതൃസ്ഥാനം CPI ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും പാർട്ടിക്കുള്ളിൽ പോരുകളുണ്ട്, അത് മറനീക്കി പുറത്തേക്ക് വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.